ഹലോ, വെൽക്കം ടു റിവൈൻഡ് ദ ഹാപ്പിനെസ്. പോരിലും പ്രണയത്തിലും തോറ്റുപോയവരുടെ ചതിയുടെ കഥ. മലൈക്കോട്ടെ വാലിബൻ. ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു. പോര് കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടല്ലൂരി തരാം. ശക്തി കൊണ്ടും സ്നേഹം കൊണ്ടും കീഴ്പ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ എതിരാളിയുടെ നിഴലിൽ ചവിട്ടി നിന്ന് ചതിച്ചു വീഴ്ത്തുന്ന മനുഷ്യരുടെ കഥ. സ്നേഹത്തിൽ കലർന്ന ചതി തിരിച്ചറിയാതെ അവർക്ക് വേണ്ടി പോരുകൾ ജയിക്കുന്ന പോരാളിയുടെ കഥ. ആരംഭത്തിൽ കേരളത്തിലെ വടക്കംപാട്ട് കഥകളെയും ചേകവരെയും മത്സര പോരുകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് സിനിമ. വടക്കംപാട്ട് കഥകളെ രാജസ്ഥാന്റെ വരണ്ടുണങ്ങിയ ഭൂമികയിലേക്ക് പറിച്ചു നട്ടൊരു ഫീലായിരുന്നു തുടക്കത്തിൽ. എന്നാൽ കഥ പുരോഗമിക്കും തോറും ഭൂമികകൾ മാറി വന്നു, കഥകൾ മാറി വന്നു. അതിഗംഭീരമായ ഒരു കഥയെ അതിരുകളില്ലാത്ത ഫ്രെയിമുകളിലാക്കി ലിജോ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. കഥ ആവശ്യപ്പെടും പോലെ വേഗത കൂട്ടിയും കുറച്ചും കഥ പറഞ്ഞു പോകുന്നു. പ്രേക്ഷകന് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു കഥ പറച്ചിൽ രീതിയാണ്. സംഭാഷണങ്ങളും ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസും സാധാരണ സിനിമകളേക്കാൾ നാടകീയത നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ആ കഥ പറച്ചിൽ രീതിക്ക് അത്യാവശ്യവുമാണ്. സ്വപ്നങ്ങളിൽ കാണുന്നത് പോലെയുള്ള ധാരാളം ഫ്രെയിമുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. കഥയുടെ ഗതിയെയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീലിനെയും കൃത്യമായി കാഴ്ചക്കാരിലെത്തിക്കുന്ന ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതുവരെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയാത്ത സിനിമാനുഭവമാണ് മലൈക്കോട്ടെ വാലിബൻ. 100% ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ. അതിലേക്ക് മോഹൻലാൽ എന്ന പ്രതിഭ കൂടി വന്നപ്പോൾ ഒരു ക്ലാസിക് സിനിമ രൂപം കൊണ്ടു. മുൻധാരണകളുമായി നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത്. ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ മാസ് ചിത്രവും അല്ലെങ്കിൽ ബാഹുബലി പോലെ ഒരു സിനിമയും പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. വാലിബൻ ആഴത്തിൽ മനുഷ്യരെ കുറിച്ച് പറയുന്ന സിനിമയാണ്. പതുക്കെ കനല് പോലെ എരിയുകയും ചിലപ്പോഴൊക്കെ കാട്ടുതീ പോലെ ആളി കത്തുകയും ചെയ്യുന്ന മനുഷ്യന്റെ ഉള്ളിലെ പകയെ വരച്ചു കാട്ടിയ സിനിമ.